ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നില്ല കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 2-3 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുൻപും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പുതുതായിട്ടൊരു 3 ബെഡ്ഷീറ്റും കൂടിയും അതേ മോഡലിൽ മേടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ്, നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് മേടിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഫസ്റ്റ് വരുന്നത് ഇതാ, ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഈ ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇത് വരുന്നത് ഒരു പിസ്ത കളറിലാണ്. ഇല്ലെങ്കിൽ വീഡിയോയിൽ കുറച്ചുകൂടി വേറൊരു കളർ വരുന്നത്. ഇത് എനിക്ക് ഒരു പിസ്ത കളറിലുള്ളൊരു ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ കൂടെ 2 പില്ലോ കവർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോട്ടൺ മിക്സ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എഡ്ജസിൽ ഇങ്ങനെ ഇതിൻ്റെ എഡ്ജസിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ്ഡ് എലാസ്റ്റിക് ഉണ്ട്. അതും തന്നെ 4 സൈഡിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ കേട്ടോ. സൂപ്പർ എന്നൊരു ഒരു നല്ലൊരു ലുക്ക്, നമ്മൾ ബെഡിന് നല്ലൊരു ലുക്ക് തരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. ആൻഡ് ഇത് നമ്മൾ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാട്ടോ. അതേ കവറിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് വരുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ്. വെറും 400 സംതിങ് ഈ ഒരു ബെഡ്ഷീറ്റിന് വരുന്നുള്ളൂ. ആ ഒരു രൂപയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര വർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു അടിപൊളി ആണ്. ഫസ്റ്റ് നമ്മൾ വാങ്ങിയത് ഇതാണ്. പിന്നെ സെക്കൻഡ് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പർപ്പിൾ കളറിൽ വരുന്ന ഒരു അടിപൊളി, ഇത് നല്ല ലുക്കാണ് നമുക്ക് ബെഡിന് തരുന്നത്. ഒരു ക്ലാസി ഒരു എന്താ പറയുക, ഒരു ലക്ഷറി ഫീലിങ്സ് തരുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്ഷീറ്റ് വരുന്നത് കേട്ടോ. എനിക്ക് ഫ്ലോറൽ പ്രിൻ്റുള്ള ബെഡ്ഷീറ്റിനെക്കാട്ടിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എപ്പോഴും ഇതുപോലത്തെ എന്താ പറയുക സിംഗിളായിട്ടുള്ള കളറ് യൂസ് ചെയ്യാനാണ് ഒരുപാട് ഇഷ്ടം കേട്ടോ. അതിലും ഇങ്ങനെ ഒരു ലൈറ്റ് കളർ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള കാരണം നമുക്ക് ലൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചളി ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് എപ്പോഴും ഡാർക്ക് കളർ തന്നെ പ്രിഫർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊരു ലൈറ്റ് കളർ എന്നുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് മേടിച്ച് വെച്ചതാണ്. ചിലപ്പോൾ ഇനി ഭാവിയിൽ അതായത് വില കൂടുകയും എന്തെങ്കിലും ചെയ്താലൊക്കെ കയറ്റി മേടിച്ചത് കേട്ടോ. അതെനിക്ക് കണ്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചത്. ഇതും വരുന്നത് ഒരു 400 സംതിങ്ങിനാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ എന്തായാലും വീഡിയോയിലിടാം. മൂന്നാമത്തെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ബ്ലൂ കളർ ബെഡ്ഷീറ്റാണ്. ഇതും ഞാൻ സൈഡിൽ മാത്രമേ സ്ട്രിപ്പുള്ളൂ എന്ന് കരുതിയിട്ടാണ് മേടിച്ചത്. പക്ഷേ ഇത് വന്നപ്പോൾ ഇത് ഫുൾ സ്ട്രിപ്പഡായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഫുൾ എഡ്ജസും ഇങ്ങനെ സ്ട്രിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പിന്നെ അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ബെഡിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ ഇങ്ങനെ സ്ട്രിപ്പായതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് ഇങ്ങനെ കംഫർട്ടബിളായിട്ട് കിടക്കും. സൈഡൊന്നും ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പറായിട്ട് നമ്മുടെ ബെഡിൽ കിടന്നോളും. നല്ലൊരു ക്ലാസി ലുക്ക് തരും. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ ചവിട്ടി ചലിയാക്കാനും വലിയ പ്രശ്നമൊന്നും നമുക്ക് തോന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ബെഡ്ഷീറ്റാണ്. ഇതും വരുന്നത് ഒരു 429 അങ്ങനെ എന്തോ റേറ്റാണ്. ഞാൻ എന്തായാലും വീഡിയോയുടെ താഴെ റേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഇടുന്നതാണ്. പിന്നെ അപ്പോൾ ഈ 3 ബെഡ്ഷീറ്റുകളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മേടിക്കാൻ നല്ല വില കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ബെഡ്ഷീറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു 400 സംതിങ് രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു ക്ലാസ്സിൽ ലുക്ക് തരുന്ന ബെഡ്ഷീറ്റുകളാണ് 3. പിന്നെ എന്നെപ്പോലെ മടിച്ചുകൾക്ക് സ്ട്രിപ്പഡ് ബെഡ്ഷീറ്റാണ് എപ്പോഴും നല്ലത്. കാരണം എപ്പോഴും തട്ടിക്കൊട്ടി വിരിക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്. കാരണം മക്കൾ കിടക്കണ കാരണം എപ്പോഴും ആണ്ടും കൊണ്ടൊക്കെ ഇങ്ങനെ ഒരു ചുളിയാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് ചുളിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ഇങ്ങനെ വൃത്തി ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പഡ് ബെഡ്ഷീറ്റ് നന്നായിരിക്കും. നമ്മൾ മടി ഇനി അത് ഹെൽപ്പ് ചെയ്യും കൂടുതലായിട്ട്. കാരണം പെട്ടെന്ന് നമുക്ക്
ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ട് റെഡിയാക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ നമ്മൾ കറക്റ്റാക്കി മടക്കി വെക്കേണ്ടത്. നമുക്ക് സ്ട്രിപ്പടായതുകൊണ്ട് ഇങ്ങനെ എഡ്ജസൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലാക്കി ഇട്ട് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് പിന്നെ അതിൻ്റെ അടിപൊളിയായിട്ട് കിടക്കും. അപ്പോൾ ഈ 3 സാധനങ്ങളുമാണ് ഞാൻ 3 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുള്ളത്. ഈ 3 ബെഡ്ഷീറ്റുകളാണ്. ഇതിന് മുമ്പ് ഞാനൊരു ഡാർക്ക് കളർ, അതായത് ഒരു വൈൻ കളറിൽ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അത് സൂപ്പറാണ്. അതിൻ്റെ ആ ഒരു കമ്പനീൻ്റെ തന്നെ വേറെ ഒരു മോഡലുകളാണ് ഇതൊക്കെ മേടിച്ചിട്ടുള്ളത്. സെയിം എന്ന് പറയാം. കറക്റ്റ് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ മെറ്റീരിയൽസിനൊക്കെ. 400 സംതിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെറ്റീരിയലിൽ സ്ട്രിപ്പഡ് ബെഡ്ഷീറ്റ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ചാനലിൽ ലിങ്ക് ഇടാം. ചാനലിൻ്റെ താഴെ ഇതിൻ്റെ ലിങ്ക്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരെങ്കിലും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ഈ ചാനൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ.